ലെഗസി തൊന്തയില്ലാത്തവരെ നമുക്ക് തന്തയില്ലെങ്കിലും നമുക്ക് തന്ത ഇല്ലെന്ന് പറയും, മനസ്സിലായ? എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? കൊള്ളാച്ചിലുള്ള ഏതോ മാപ്പിളയല്ല നിന്റെ തന്ത. എന്താ പറഞ്ഞേ? കൊള്ളാച്ചിലുള്ള ഏതോ മാപ്പിളയല്ല നിന്റെ തന്ത. പൊള്ളാച്ചിയിലുള്ള നീ പോയി അവനെ തീർത്ത് തലയെടുത്തുണ്ടോ? അതെന്തൊരു സീനത്! മനസ്സിലായ? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി നോക്കണം. മണിയൊക്കെ നിന്റെ വീട്ടില്, മനസ്സിലാടാ? മോനെ പേരെന്തായിരുന്നു? ബ്രോക്കൺ. എന്താ വേറെന്താ? ബ്രോക്കൺ. ഏത് ബ്രോക്കൺ? എന്താ ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ എന്ന് അതറിയത്തില്ല ബ്രോ. ഞാൻ ബ്രോക്കൺ. ഓ ബ്രോ, പണ്ടുണ്ടായ ബ്രോക്കൺ ആണോന്നല്ലേ ഞാൻ ചോദിച്ചത്. ബ്രോയ്ക്ക് ഇപ്പൊ കേൾക്കാണെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെവിക്ക് പ്രശ്നമില്ല. പണ്ട് കുറെ അടികൊണ്ടിട്ട് പ്രശ്നമായിരിക്കും. അത് നമ്മള് പണ്ട് ടീച്ചറിൽ കുറെ അടികൊണ്ട ബ്രോക്കൺ. പേരെന്താ ബ്രോന്റെ? പേരെന്താ? എന്റെ ലോല. എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ? ബെല്ലാരിയിൽ അടികൊണ്ടല്ലോ. നീ ഇപ്പൊ എന്നെ ബെല്ലാരിൽ എപ്പ അടിച്ച്? നീ എന്നെ ബെല്ലാരി അടിച്ച ഒരു സാധനം കാണിച്ച ബ്രോക്കന്റെ അടുത്തൊന്ന് വരാൻ പറയൂ. ഇതൊന്നും വേണ്ട. അവൻ കൊണയാ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറ. അടിക്കാനാണ് ഇവൻ. എന്നാ പിന്നെ സിറ്റുവേഷൻ എടുത്തോ. പിന്നെ വേറെ നോക്കണ്ട. ഇവിടെ എന്തൊരു സൗണ്ട് കിട്ടടേ! ചന്ദ്രൻ അടിക്കുന്നുണ്ട്. അടുത്തവന് മുമ്പ്. ഓക്കെ, ടി വി ഇറ്റാച്ചി അവിടെ റഷ്യൻ ഡിഎൻഎൽ ഓണാക്കി. ജൂഡ് അവിടെ അടുത്ത റഷ്യൻ സ്പീഡ് തന്നെ ഓൺ ആക്കിയിട്ടുണ്ട്. മെസ്ബോയ് ഗോക്ക് അവിടെ ഇരിക്കും. ഓക്കെ, ജർമ്മൻ കണ്ണാപ്പി അവിടെ ഒരു ക്വാർട്ടർ മാത്രം. ക്വാർട്ടർ ഡൗൺ. മെസ്ബോയ് ഗോക്കു ആണ് ക്വാർട്ടർ. നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാൽ, നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാൽ അവിടെ നിന്നെല്ലാം
ഞാൻ നിന്നെ താഴെ ഇറക്കും. മംഗലശ്ശേരി കുറിപ്പിടാം വീട്ടിലും കളി 1v3 സിറ്റുവേഷൻ. അലക്സ് ഡൂർ സാവേജ് ഡോ മറുസൈഡ് 3 പേര് ബാലൻസ്. ടി വി ഓൾഡൗൺ. തോറ്റാലും ജയിച്ചാലും ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. അറിയാത്തവർക്ക് പറഞ്ഞുതരാം. പ്രീവാർ ജയിച്ചോ ഇനീഷ്യലി ജയിച്ചോ ആര് ജയിച്ചു അറ്റ് ദ എൻഡ് നമ്മളൊരു ടൂർണമെന്റ് അല്ലെങ്കിൽ നിങ്ങളൊരു മാച്ചോ അല്ലെങ്കിൽ നിങ്ങൾ IPL അത് കണ്ടു കഴിഞ്ഞാൽ സെമിയിൽ ആര് ജയിച്ചു, ക്വാർട്ടർ ഫൈനൽ ആര് ജയിച്ചു എന്നല്ല നോക്കുക. ഫൈനല് കപ്പ് ആര് തൂക്കി, ഫൈനൽ ആരെടുത്തു അതേ നോക്കുള്ളൂ. അവിടെ ഇനീഷ്യൽ ആര് ജയിച്ചു, പ്രീവാർ ജയിച്ചു അതൊന്നും നോക്കില്ല. നിങ്ങൾ വാറെടുത്തെങ്കിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഇതാണ്. അപ്പോൾ അൺടിൽ ഓർ അൺലെസ് അത് നിങ്ങൾ വാറെടുക്കാത്ത പക്ഷം, അല്ലെങ്കിൽ ഫൈനൽ വാർ നിങ്ങൾ ജയിക്കാത്ത പക്ഷം അത് സ്റ്റിൽ അത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതില്ല, അല്ലെങ്കിൽ അത് TV ആണ് അവിടെ ക്ലിയർ വിന്ന്. ഓവർ കോൺഫിഡൻസ് വേണ്ട, അത് നല്ലതല്ല. തോറ്റാലും ജയിച്ചാലും കുറുപ്പന്നോടുകൂടി ഞങ്ങളുടെ ചിന്തകൾ നമുക്ക് ഇവിടുന്ന് കുത്തിയടിച്ച് അടിച്ചാ പെട്ടെന്ന് വന്നിട്ട് ആ വണ്ടി പിക്ക് പെട്ടെന്ന് തിരിച്ചു പോകും. മൂന്നാമത്തെ പിക്ക് അവർ വണ്ടി എടുത്ത് പോയി. ഇറ്റാച്ചി വണ്ടി എടുത്ത് പോയി. ഇറ്റാച്ചി അവിടെ ബുള്ളിനെ എടുത്തതും വണ്ടി എടുത്ത് തിരിച്ചു പോയി. എടാ നൈസ് കളി കളിച്ചോണ്ടിരിക്കുന്നു. ജുഗിറു അവിടെ അലക്സ് ഡൂറിനെ എടുത്തു. ഓ ഇവിടുന്ന് ഫ്ലാങ്ക് വന്ന് അടിക്കുന്നുണ്ട്. ബട്ട് കടണൽ ഡൗൺ ഡബ്ല്യു അടിച്ച് തീർക്കാം. സെമിടെക്സിനെ ഒറ്റയ്ക്ക്
തിരിച്ച് ഞാൻ പറഞ്ഞത് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നത് പറഞ്ഞ് ഇവിടെ കേട്ടോ. ഈ മാർക്ക് കാണുന്നുണ്ടോ? ഓക്കെ, തിരിച്ച് കുത്തിക്കോ. ഞാൻ പറഞ്ഞത് കുത്തി അടിയാ. എന്നിട്ട് ബാക്കി ഓൺഫുട്ട് എന്റെ കൂടെ ഒരു ഡസ്റ്റോന്റെ 5ാമത്തെ പിക്ക്. മനസ്സിലായ? മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി നോക്കിയാൽ മതി. മണിയൊക്കെ നിന്റെ വീട്ടിൽ മനസ്സിലായ? ഞാനൊരു കാര്യം പറയാം. ഞാനിങ്ങനെ പറയുകയാണ്, അതായത് ഈ 5 ഇയേഴ്സും ഞങ്ങൾ കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഞങ്ങൾക്ക് ആർപ്പിക്കകത്തും അല്ലാണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ ഒന്ന് വീഴാതെ ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ നിൽക്കും, ഇനിയും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് നീയൊക്കെ ഇനി ഇപ്പൊ പേരിട്ടിറങ്ങി വന്ന ഗ്യാങ്ങില്ലേ, അതിലത്തെ ഒരു 10 കൊണ്ടുവന്നാൽ നടക്കത്തില്ലട. കാട്ടിലുണ്ടാ? നീല കാട്ടിലുണ്ടാ? എടാ നീ 1v1 കോടല്ല തീട്ടവാ. മോനെ തീവേനെ അടിക്കണം, അടിച്ചിരിക്കണം. ധാരിയും ഷേക്കിനും കഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. എന്റെ അളിയ ഇജാതി കണ്ടന്റടാ, ഇജാതി കണ്ടന്റ്. ഗെയ്റിക്ക് ഒന്നും പറയല്ല, ഭയങ്കര നൈസ് സാധനം. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തോണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് അടിപൊളി ഒരു ക്ലാസ് സാധനം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാൻ ഗെയിമറിക്കിനെ. ഇല്ല ഗെയിമറിക്കിനെ പോടാ. ഞാൻ സബ് ചെയ്തിട്ടില്ലടാ അവനെ. ലാസ്റ്റ് വീഡിയോ കിട്ടപ്പോ എനിക്ക് അറിയത്തില്ല ഗൈസ്. 1 ഇയർ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. ഓക്കെ ഗൈസ്, മസ്റ്റ് വാച്ച് ആണ്, എല്ലാവരും പോയി കാണണേ. കണ്ടിട്ട് കമന്റ് ഒക്കെ പറയാം. നല്ല കണ്ടന്റ്, രക്ഷയില്ല, അടിപൊളി ഇതിലെ കണ്ടന്റ്. ഭയങ്കര എൻജോയ് ചെയ്യുന്നു കണ്ട ഒരു കണ്ടന്റ് കുറെ നാൾക്ക് ശേഷം. വാടാ കഴിവറവനെ. ക്രിയേറ്റഡ് ഹിസ് ഓൺ മാസ്റ്റർ പീസ്. കൊള്ളാം, നല്ല രസമുണ്ട്. ശ്രദ്ധിക്കണേ എന്നാ ഗൈസ്. ആരെങ്കിലും റാമ്പ് ബ്രോ ചെയ്ത ആരാ സബ്സ്ക്രിപ്ഷൻ എടുത്തേ? ആരാ?